സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന കെഎസ്ആർടിസി പ്രിയദർശിനി ബസിന് മുതലമടയിൽ സ്വീകരണം നൽകി. യു.ഡി.എഫ് സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി ബസിന് കാമ്പ്രത്ത് ചള്ളയിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് മുതലമട മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണം കെ.പി.സി.സി അംഗം സജേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾക്ക് ഒരു മാസം 3000 രൂപ വരെ മാറ്റിവെക്കാവുന്ന തരത്തിൽ അവരുടെ കുടുംബ ബജറ്റിലേക്ക് സംഭാവന നൽകിക്കൊണ്ടാണ് യു.ഡി.എഫ് സർക്കാർ അവരിലേക്ക് ഒരു ക്ഷേമം എത്തിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു ഔദാര്യമായിട്ടല്ല, അവരോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായാണ് ഈ കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര യു.ഡി.എഫ് സർക്കാർ നൽകുന്നത്. അത് ഒരു കുടുംബ ബജറ്റിന് തന്നെ അതിനെ ഗുണപരമായി ബാധിക്കുകയും അവർക്ക് വിവിധതരം ചിട്ടികളിൽ, ഇപ്പോൾ KSF ഉൾപ്പെടെയുള്ള ചിട്ടികളിൽ ചേർന്ന് അവർക്ക് വീട് വയ്ക്കുവാനോ അവർക്ക് മക്കളെ കെട്ടിച്ചയക്കുവാനോ അവർക്കൊരു ആഭരണം വാങ്ങിക്കുവാനോ ഒക്കെയുള്ള സംഖ്യ ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. അത് കേരളത്തിലെ വനിതകൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം, കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലും കുറ്റം കണ്ടെത്തുകയും അവർക്ക് 20 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബുദ്ധി ഉദിക്കുകയുള്ളൂ. ഇത് CPMൻ്റെ മറ്റൊരു ചരിത്രപരമായ വിഡ്ഢിത്തമായി മാറുകയാണ്. സാധാരണ ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, ഇവർ തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് ഇവർ പറയുന്നത്, തൊഴിലാളികൾക്ക് ഇത്രയധികം ഗുണം ലഭിക്കുന്ന ഒരു പദ്ധതിയോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഇവർ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി മുതലാളിമാർക്കൊപ്പമുള്ള ഒരു പാർട്ടിയായി അധപതിച്ചിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ആർ ബിജോയ് അധ്യക്ഷനായി. യാത്രക്കാർക്ക് കോൺഗ്രസ് പ്രവർത്തകർ മധുര വിതരണവും നടത്തി. UTV ന്യൂസ്, പാലക്കാട്.